അപ്പോൾ ഇന്ന് നിങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ക്രാഷ് കോഴ്സിൻ്റെ രണ്ടാമത്തെ സെഷനാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ കെമിസ്ട്രി കംപ്ലീറ്റ് ആയി. ഇപ്പോൾ രണ്ടാമത്തെ സെഷൻ ഇന്ന് നമ്മൾ പറയുന്നത് ഫിസിക്സിൽ ആറ്റംസ് എന്നുള്ള ചാപ്റ്ററാണ്. ഇപ്പോൾ ഈ ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ പറയുമ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നീറ്റ് അല്ലെങ്കിൽ JEE എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് 2 ഏരിയ എന്നാണ്. അപ്പോൾ ഈ 2 ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ബട്ട് ഒരു ക്വസ്റ്റ്യനേ ഉണ്ടാവും. അപ്പോൾ ഈ 2 ഏരിയ എന്ന് പറഞ്ഞാൽ അതിലെ ഒന്നാമത്തെ ഏരിയ ബോർ ആറ്റം മോഡൽ. ഈ ബോർ ആറ്റം മോഡലിൽ nth ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ റേഡിയസ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം പീരീഡ്, ഫ്രീക്വൻസി, ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വേറെ ഒരു ഏരിയ, അത് ദ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇപ്പോൾ ഈ ലൈൻ സ്പെക്ട്രയിൽ ഒരു സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ വേറെ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ ഒരു സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും വേറെ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്ന ഏരിയ. അപ്പോൾ ഈ 2 ഏരിയയിൽ നിന്നേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. അപ്പോൾ ഈ 2 ഏരിയയിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഈ പ്രാവശ്യം ബോർ ആറ്റം മോഡലിലെ nth ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചതെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കുക ദ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ തിയറി വളരെ സിമ്പിളായിട്ട് ആ ചോദിക്കുന്ന ഏരിയ മാത്രം ഒന്ന് ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ ബോർ ആറ്റം മോഡൽ. ഇപ്പോൾ ഈ ബോർ ആറ്റം മോഡൽ ബോർ ആറ്റം മോഡലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് റേഡിയസ് ഓഫ് nth ഓർബിറ്റ്. ഈ റേഡിയസ് ഓഫ് nth ഓർബിറ്റ്, ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് നമുക്കറിയാം, Rn = 0.53 ആങ്സ്ട്രം n²/z. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ Z-ന് 1 കൊടുക്കുമ്പോൾ ഇത് ഹൈഡ്രജൻ ആറ്റാവും, Z-ന് 2, 3 എക്സെട്ര ആകുമ്പോൾ ഹൈഡ്രോജനിക് ആറ്റംസ് ആവും. എക്സാമ്പിൾ Z = 2 എന്ന് പറഞ്ഞാൽ അത് ഹീലിയം പ്ലസ് ആണ്, Z = 3 എന്ന് പറഞ്ഞാൽ അത് ലിഥിയം പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം, nth ഓർബിറ്റിൻ്റെ റേഡിയസ് പ്രൊപ്പോർഷണൽ ടു n²/z. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് ഇക്വേഷൻ വരുന്നത് Vn = Zc∝/n. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. ഇതിൻ്റെ വാല്യൂ 1/137 ആണ്. പിന്നെ Z നിങ്ങൾക്കറിയാം അറ്റോമിക് നമ്പറാണ്. C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, N എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രൂപത്തിലും എഴുതാം, പ്രൊപ്പോർഷണൽ ടു, ഇവിടെ സിയും ആൽഫയും കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ പ്രൊപ്പോർഷണൽ ടു വേണമെങ്കിൽ എങ്ങനെ എഴുതാം, Z/n. ഇതൊക്കെയാണോ? ഇനി നമുക്ക് പറയേണ്ടത് ദ ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്.
ടൈം പീരീഡ് നമുക്കറിയാം. ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺ സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യാം. അപ്പോൾ സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇക്വേഷൻ വരിക 2πrn/vn. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് Rnൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Vnൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ പ്രൊപ്പോർഷനാലിറ്റി മാത്രമാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ ടൈം പീരീഡ് എങ്ങനെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും സെഡും ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻ വരുന്നത് n³/z² ആണ്. അപ്പോൾ ഇത് ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്. ഇക്വേഷൻ വരുന്നത് n³/z². ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസി പറയാം. ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്. അപ്പോൾ നമ്മൾ ടൈം പീരീഡ് പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ടൈം പീരീഡാണ്. അപ്പോൾ 1 ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. z²/n. ഇതാണ് ഇക്വേഷനിലുള്ള മാറ്റം. Fn പ്രൊപ്പോർഷണൽ ടു z²/n³. അപ്പോൾ ഫ്രീക്വൻസി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി പറയാം. ആംഗുലാർ ഫ്രീക്വൻസി വരുന്നത് ωn. ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2πn. 2π കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇക്വേഷൻ വരിക ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു z²/n³. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൽ പഠിക്കേണ്ടത് അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ വരുന്നത് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്. ഇതാണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്. nth ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി. ഇപ്പോൾ ഒരു ഹൈഡ്രജനിക് ആറ്റത്തിലെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിലെ nth ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി നിങ്ങൾക്കറിയാം. En = -13.6 eV അല്ലേ? -13.6 eV z²/n². അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആകുമ്പോൾ Z1. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ Z1 N1. അപ്പോൾ -13.6 eV. ഇനി ഹൈഡ്രജൻ അല്ല നിങ്ങൾക്ക് പറയേണ്ടത് ഹീലിയം പ്ലസ് ആണെങ്കിൽ, ഹീലിയം പ്ലസ് ആറ്റത്തിലെ സെക്കൻഡ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി ശ്രദ്ധിക്കുക. ഹീലിയം പ്ലസ് ആകുമ്പോൾ Z2, സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ N2. അപ്പോൾ എനർജി വരിക എഗെയിൻ -13.6 eV. ക്ലിയർ അല്ലേ? ഇനി ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജി ആണെങ്കിൽ കൈനറ്റിക് എനർജി വരിക Kn = -En ആണ്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ നെഗറ്റീവ് വാല്യൂ എടുത്താൽ അതെന്തായി? കൈനറ്റിക് എനർജിയായി. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ വരുന്നത് 2 ടൈംസ് ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജീനെ നിങ്ങൾ ഡബിൾ ചെയ്താൽ അതെന്തായി? പൊട്ടൻഷ്യൽ എനർജിയായി. ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ, ഒന്നാമത്തെ ഏരിയ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിലെ രണ്ടാമത്തെ ഏരിയ ഏതാണെന്നുള്ളത്. അപ്പോൾ ഈ 2 ഏരിയയിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എക്സാമിന് വരും. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ദ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ലൈൻ സ്പെക്ട്ര. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ അതല്ലെങ്കിൽ ഹൈഡ്രജനിക് ആറ്റത്തിലെ ഇതിലെ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുക. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ അല്ലെങ്കിൽ ഹൈഡ്രജനിക് ആറ്റത്തിലെ ലൈൻ സ്പെക്ട്രാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഈ ലൈൻ സ്പെക്ട്രയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഹൈഡ്രജൻ ആറ്റത്തിലെ ഏതെങ്കിലും ഒരു സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് അല്ലെങ്കിൽ വേറെ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, അതല്ലെങ്കിൽ ഹീലിയം പ്ലസ് ആറ്റത്തിലെ ഒരു സീരീസിലെ ലോങ്ങസ്റ്റും വേറെ ഒരു സീരീസിലെ ഷോർട്ടസ്റ്റും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഈ രൂപത്തിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇവിടെ നോക്കുക,
നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രജൻ ആറ്റത്തിലെ എനർജി ലെവൽസ് ആദ്യം പറയാം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റ് n=1, അതിൻ്റെ എനർജി വരിക -13.6 eV ആണ്. ഹൈഡ്രജൻ ആറ്റത്തിലെ രണ്ടാമത്തെ ഓർബിറ്റ് n=2, എനർജി വരിക -3.4 eV ആണ്. ഹൈഡ്രജൻ ആറ്റത്തിലെ തേർഡ് ഓർബിറ്റ് n=3, എനർജി വരിക -1.51 eV ആണ്. ഹൈഡ്രജൻ ആറ്റത്തിലെ ഫോർത്ത് ഓർബിറ്റ് എനർജി വരിക -0.85 eV ആണ്. ഹൈഡ്രജൻ ആറ്റത്തിലെ ലാസ്റ്റ് ഓർബിറ്റ് അതിന് നമ്മൾ പറയാ n=∞. n∞ ആകുമ്പോൾ എനർജി വരിക 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഹൈഡ്രജൻ ആറ്റത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഹൈഡ്രജനിക് ആറ്റത്തിലാവുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, *z². ഹൈഡ്രജനിക് ആറ്റത്തിലാവുമ്പോൾ *z² വരും. Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. അപ്പോൾ ഹൈഡ്രജൻ ആകുമ്പോൾ Z1, ഹീലിയം പ്ലസ് ആകുമ്പോൾ Z2, ലിഥിയം പ്ലസ് ആകുമ്പോൾ Z3. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജനിക് ആറ്റത്തിലെ എനർജി ലെവൽസ് നമ്മൾ വരച്ച് കാണിച്ചു. ഇനി ഈ എനർജി ലെവലിൽ ഹൈഡ്രജൻ ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് കാണിക്കാം. നമുക്കറിയാം, ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണ് 2 - 1 വന്നാൽ അവിടെ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അതേപോലെ 3 - 1 വന്നാൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. 4 - 1 വന്നാൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസിഷനിലൊക്കെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സീരീസിന് നമ്മൾ പറയുന്നത് ലൈമാൻ സീരീസ് എന്നാണ്. ഇതേപോലെ നമുക്ക് അടുത്തത് ബാമർ സീരീസ് പറയാം. ആറ്റത്തിലുള്ള ഇലക്ട്രോണ് 3 - 2 വന്നാൽ, അല്ലെങ്കിൽ 4 - 2 വന്നാൽ, അല്ലെങ്കിൽ 5 - 2 വന്നാൽ, അല്ലെങ്കിൽ 6 എക്സെട്ര ലാസ്റ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഏത് സീരീസാണ്? ബാമർ സീരീസാണ്. ഇതേപോലെ നമുക്ക് അടുത്ത സീരീസ് പറയാം, പാഷൻ സീരീസ്. ഇലക്ട്രോൺ 4 - 3 വരിക, അല്ലെങ്കിൽ 5 വരിക, അല്ലെങ്കിൽ 6 വരിക, എക്സെട്ര ലാസ്റ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഏത് സീരീസാണ്? പാഷൻ സീരീസാണ്. ഇതേപോലെ നമുക്ക് ബ്രാക്കറ്റ് സീരീസ് പറയാം, ഫൺ സീരീസ് പറയാം. അപ്പോൾ ഇതിൽ ഈ എനർജി ലെവൽസും ലൈൻ സ്പെക്ട്രയും ഒക്കെ നമ്മൾ പറഞ്ഞത് ബോറിൻ്റെ അസംഷൻസ് ഉപയോഗിച്ചിട്ടാണ്. ബോറിൻ്റെ മൂന്നാമത്തെ അസംഷൻ നിങ്ങൾക്കറിയാം, h∈ അതേപോലെ ഇവിടെ എമിറ്റ് ചെയ്ത എല്ലാ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തും നിങ്ങൾക്ക് റിഡ്ബർഗ് ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. 1/λ = (r²1/nf² - 1/ni²). ഇവിടെ തന്നെ നമുക്ക് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്രീക്വൻസി നിങ്ങൾക്കറിയാം c/λ. അപ്പോൾ ഇവിടെ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷനായി ν = (rc(z²) × 1/nf² - 1/ni². അപ്പോൾ ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾ നോക്കിയാൽ ഇതിലെ ഏത് സീരീസ് ആണെങ്കിലും അതിലെ ഫസ്റ്റ് ലൈൻ്റെ പ്രത്യേകത, ആ ട്രാൻസിഷനാണ് സീരീസിലെ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസിയുള്ള ട്രാൻസിഷൻ വരിക. ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ലൈമാൻ സീരീസിലെ ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസിഷനാണ്? 2 - 1 അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസിഷനാണ്? 2 - 1 ഇതേപോലെ ഇതിലെ ഏത് സീരീസ് ആണെങ്കിലും സീരീസിലെ ലാസ്റ്റ് ലൈൻ അതിന് നമ്മൾ പറയാം സീരീസ് ലിമിറ്റ് എന്നാണ്. സീരീസ് ലിമിറ്റിൻ്റെ പ്രത്യേകത അതായിരിക്കും ആ സീരീസിലെ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ. ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എക്സാമിന് ചോദിക്കുക
കാൽക്കുലേറ്റ് ദ ലോവസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ബാമർ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ ഹൈഡ്രജൻ ആകുമ്പോൾ Z1, ബാമർ സീരീസ് ആകുമ്പോൾ ഫൈനൽ ഓർബിറ്റ് വരിക 2 ആണ്. ഇനി ഇനീഷ്യൽ ഓർബിറ്റ് നമുക്ക് വേണ്ടത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ബാമർ സീരീസിലെ ഫസ്റ്റ് ലൈൻ 3 to 2 അപ്പോൾ ഇവിടെ ഫൈനൽ ഓർബിറ്റ് 2ഉം ഇനീഷ്യൽ ഓർബിറ്റ് 3ഉം കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഹൈഡ്രജൻ അല്ല, ഹൈഡ്രജനിക് ആറ്റാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി ഇവിടെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഹൈഡ്രജനിക് ആറ്റത്തിൻ്റെ കേസിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ, ഹീലിയം പ്ലസ് ആറ്റത്തിലെ ലൈമാൻ സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അപ്പോൾ ഏത് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല ഇത് തന്നെയാണ്. 1/λ = RZ² × 1/NF² - 1/Ni². ഇപ്പോൾ എക്സാമ്പിൾ, ഹീലിയം പ്ലസ് ആറ്റത്തിൽ ലൈമാൻ സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇതേ ഫോർമുല തന്നെ. അപ്പോൾ ഹീലിയം പ്ലസ് ആകുമ്പോൾ Z2 വരും, അതാണ് വ്യത്യാസം. RZ² × R നിങ്ങൾക്കറിയാം റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഉള്ളത് 1/NF² - 1/Ni². അപ്പോൾ ഹീലിയം പ്ലസ് ആറ്റത്തിലെ ലൈമാൻ സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്, ലൈമാൻ സീരീസ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഓർബിറ്റ് ലൈമാൻ സീരീസിൽ 1 ആണ്. അപ്പോൾ NF1. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട ഇനീഷ്യൽ ഓർബിറ്റ്, ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 2 1 അപ്പോൾ ഇനീഷ്യൽ ഓർബിറ്റ് വരിക 2 ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ രൂപത്തിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ചിലപ്പോൾ ചോദിക്കാം ഒരു സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും അതേപോലെ വേറെ ഒരു സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ തന്നെ ലൈമാൻ സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും ബാമർ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ചോദിക്കാം. ചിലപ്പോൾ ഹീലിയം പ്ലസ് ആറ്റത്തിലെ ലൈമാൻ സീരീസിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തും ബെറിലിയം 3+ ആറ്റത്തിലെ പാഷൻ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ചോദിക്കാം. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ ഫോർമുല. അപ്പോൾ ഈ 2 ഏരിയ എന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഏരിയ ബോർ ആറ്റം മോഡൽ പ്രകാരം nth ഓർബിറ്റിൻ്റെ റേഡിയസ്, വെലോസിറ്റി, ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആക്സിലറേഷൻ, അതേപോലെ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് ദ ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയിലുള്ള തിയറി ആ ഭാഗമാണ് നമ്മൾ കവർ ചെയ്തത്. ഇനി നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഡിസ്കഷൻ പേപ്പർ നിങ്ങളെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ഡിസ്കഷൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The wavelength of first spectral line in the Balmer series of hydrogen atom is 6561 angstrom. The wavelength of second spectral line in the Balmer series of singly ionized helium atom is. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ 1, the wavelength of first spectral line in the Balmer series of hydrogen atom is 6561 angstrom. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ബാമർ സീരീസിലെ ഫസ്റ്റ് ലൈൻ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ആകുമ്പോൾ Z1, വേവ് ലെങ്ത് തന്നിട്ടുണ്ട് λ1. ഫസ്റ്റ് ലൈനാണ്. ബാമർ സീരീസ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഓർബിറ്റ് 2 ആണ്. ഇനീഷ്യൽ ഓർബിറ്റ് വരിക ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 3 ആണ് വരിക, 3 to 2. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതേ ബാമർ സീരീസിലെ സിംഗ്ലി അയോണൈസ്ഡ് ഹീലിയം ആറ്റം, അതിൻ്റെ സെക്കൻഡ് ലൈൻ, ബാമർ സീരീസിലെ സെക്കൻഡ് ലൈനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ λ2 കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിട്ടുള്ളത് സിംഗ്ലി അയോണൈസ്ഡ് ഹീലിയമാണ്. അപ്പോൾ Z-ൻ്റെ വാല്യൂ വരുന്നത് 2 ആണ്. ഹീലിയം പ്ലസ് ആകുമ്പോൾ Z2. ഇവിടെ നമ്മളോട് ചോദിച്ചത് ബാമർ സീരീസ് എന്നാണ്. അപ്പോൾ ഫൈനൽ ഓർബിറ്റ് 2 ആണ്.
ഇനീഷ്യൽ ഓർബിറ്റ് സെക്കൻഡ് ലൈൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 നിന്ന് 2ലേക്കാണ് വരിക. അപ്പോൾ നമുക്കുള്ള ഫോർമുല ഏത് വേവ് ലെങ്ത് ആണെങ്കിലും 1/λ = RZ² ഇൻറ്റു 1/NF² മൈനസ് 1/NI². അപ്പോൾ ഫസ്റ്റ് കേസ് വരിക 1/6561 ആങ്സ്ട്രോം ഈക്വൽ ടു ഹൈഡ്രജൻ ആറ്റാണ്. അപ്പോൾ Z1 R ഇൻറ്റു 1/2² മൈനസ് 1/3². അപ്പോൾ ഇത് വരിക 5R 9 - 4 5R/36. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതേ ഫോർമുലയിൽ ഉപയോഗിച്ചാൽ 1/λ2 ഈക്വൽ ടു R ഇൻറ്റു, അപ്പോൾ ഇവിടെ RZ² ഉണ്ട്. ഫസ്റ്റ് കേസിൽ Z1 ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ 1 ആണ്. ബട്ട് ഇവിടെ RZ² വരുമ്പോൾ Z-ൻ്റെ വാല്യൂ 2² 4 ഇൻറ്റു 1/NF² മൈനസ് 1/NI². അപ്പോൾ 1/2² മൈനസ് 1/4². അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക R ഇൻറ്റു 4 കോമൺ ആണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ ഈ 4 ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ 1 മൈനസ് 1/4 വരും. അപ്പോൾ 3/4 R വരും. ഇനി ഈ രണ്ട് ഇക്വേഷനും നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ആൻസറായി. ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക ഇക്വേഷൻ 1/2 എടുത്താൽ λ2/6561 ആങ്സ്ട്രോം ഈക്വൽ ടു വരിക 5/6 കട്ട് ചെയ്തു 5/36/3/4. അപ്പോൾ അത് 4/3 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ഈക്വൽ ടു 5/4 in 36 9 വരും. 3 × 9 27. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് λ2 കാൽക്കുലേറ്റ് ചെയ്യാം. λ2 ഈക്വൽ ടു 5/27 ഇൻറ്റു 6561 ആങ്സ്ട്രോം. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് വരിക 1215 ആങ്സ്ട്രോം ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം ഓഫ് ലൈമാൻ സീരീസ് വെൻ RH ഈക്വൽ ടു 109678 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഈസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യേണ്ടത്. നോക്കാം, ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ ഏത് വേവ് ലെങ്ത് ആണെങ്കിലും, അപ്പോൾ ഇത് നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ ഏത് വേവ് ലെങ്ത് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫോർമുല 1/λ = RZ² ഇൻറ്റു 1/NF² മൈനസ് 1/NI². അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലൈമാൻ സീരീസ് ഹൈഡ്രജൻ ആറ്റത്തിലാണ്, ലൈമാൻ സീരീസ് ആണ്. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് 109678 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഹൈഡ്രജൻ ആകുമ്പോൾ Z1 ആണ്. അപ്പോൾ 1² 1 തന്നെ ഇൻറ്റു 1/NF² മൈനസ് 1/NI². അപ്പോൾ നോക്കുക, തന്നിട്ടുള്ളത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമാൻ സീരീസ്. ലൈമാൻ സീരീസ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഓർബിറ്റ് 1 ആണ്. അപ്പോൾ 1² മൈനസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീരീസ് ലിമിറ്റാണ്. സീരീസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ വരേണ്ടത് ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ 1/∞². അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 1/λ = 109678 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. 1/∞ 0 ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ ലാംഡ വരിക 1/109678 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഈ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് മുകളിലോട്ട് വരുമ്പോൾ സെൻറ്റിമീറ്റർ ആവും. ഓക്കെ, ഈ സെൻറ്റിമീറ്ററിനാകുമ്പോൾ നിങ്ങൾ മീറ്ററിലേക്ക് പറയുമ്പോൾ ഇൻറ്റു 10⁻².
അപ്പോൾ 10⁻²/109,678. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 901.7 ഇൻറ്റു 10⁻10 കിട്ടും. 10⁻10 ആണ് ആങ്സ്ട്രോം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇത്രയും ആങ്സ്ട്രോം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. ഇനി നോക്കുക, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ട്രാൻസിഷൻ ഇൻ ഹൈഡ്രജൻ ആറ്റം എമിറ്റ്സ് എ ഫോട്ടോൺ ഓഫ് ലോവസ്റ്റ് ഫ്രീക്വൻസി? ക്വാണ്ടം നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഓഫ് ദ ട്രാൻസിഷൻ ഇൻ എ ഹൈഡ്രജൻ ആറ്റം എമിറ്റ്സ് എ ഫോട്ടോൺ ഓഫ് ലോവസ്റ്റ് ഫ്രീക്വൻസി? അപ്പോൾ ഇവിടെ നോക്കുക, നേരത്തെ നിങ്ങൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് പഠിച്ചു. എനർജി ലെവൽസ് നമുക്കറിയാം n=1. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3. n=1 എനർജി വരിക -13.6. n=2 എനർജി വരിക -3.4 eV. n=3 എനർജി വരുന്നത് -1.51 eV. n=4 എനർജി വരുന്നത് -0.85 eV. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതിലെ ഏത് ട്രാൻസിഷനാണ് ഫോട്ടോണിന് ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഏത് ട്രാൻസിഷൻ ആണെങ്കിലും നിങ്ങൾക്ക് hν=EI-EF ഇത് ഉപയോഗിക്കാം. അപ്പോൾ ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ h കോൺസ്റ്റൻ്റ് ആണ്. ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് എനർജി ഡിഫറൻസ്. എനർജി ഡിഫറൻസ് ഏറ്റവും കുറവുള്ള ട്രാൻസിഷൻ നോക്കുക. നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ 2:1 2:1 എനർജി ഡിഫറൻസ് വരിക 3.4ഉം 13.6ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 10.2 സംതിങ് വരുന്നുണ്ട്. ഇനി നോക്കുക, അടുത്ത ഓപ്ഷൻ 4:3. 4 3 വരുമ്പോൾ അവിടെ എനർജി ഡിഫറൻസ് വളരെ ചെറുതാണ്. 0.85ഉം 1.51ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി. അപ്പോൾ എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? വളരെ സിമ്പിളാണ്. ലോവസ്റ്റ് ഫ്രീക്വൻസിയാണ് ചോദിച്ചത്. ഫ്രീക്വൻസി ചെറുതെന്ന് പറഞ്ഞാൽ എനർജി ഡിഫറൻസ് ചെറുതായിരിക്കണം. എനർജി ഡിഫറൻസ് ഏറ്റവും കുറഞ്ഞ ട്രാൻസിഷൻ ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ മാച്ച് ചെയ്യുമ്പോൾ 4:3 വരിക. ഇനി 3:1 3:1 വ്യത്യാസം കൂടും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലോവസ്റ്റ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ലോവസ്റ്റ് എനർജി ഡിഫറൻസ് ഉള്ള ട്രാൻസിഷൻ അത് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് മാത്രമേ ഉള്ളൂ? 4:3 മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നോക്കുക, ഇനി നമുക്ക് പറയേണ്ടത് നാലാമത്തെ ക്വസ്റ്റ്യനാണ്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ the energy of hydrogen atom in the ground state is -13.6 eV. The energy of helium plus ion in the first excited state will be. അപ്പോൾ നോക്കാം, ഹൈഡ്രജൻ ആണെങ്കിലും ഹൈഡ്രജനിക് ആറ്റാണെങ്കിലും nth ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി വരുന്നത് -13.6 eV z²/n² ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹീലിയം പ്ലസ് അയോണിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, എനർജി ഓഫ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇക്വേഷൻ വരിക -13.6 eV. ഹീലിയം പ്ലസ് ആണ്. ഹൈഡ്രജൻ ആകുമ്പോൾ Z1, ഹീലിയം പ്ലസ് ആകുമ്പോൾ Z2 ആവില്ല. അപ്പോൾ 2² ഡിവൈഡഡ് ബൈ n. എന്നിൻ്റെ വാല്യൂ നോക്കുക, ഇവിടെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ വരിക ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ് അല്ല, ഫസ്റ്റ് എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ് വരിക. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അല്ല ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ വരിക 2 ആണ്. അപ്പോൾ ഈ 2² കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആൻസർ വരിക -13.6 eV ആണ്. അപ്പോൾ നമ്മളെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഫസ്റ്റ് ജംപ് ഫ്രം തേർഡ് എക്സൈറ്റഡ് ടു സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് and then from second excited to first excited state. The ratio of wavelength λ1 is to λ2 in the two cases is. അപ്പോൾ തന്നിട്ടുള്ളത്
Electron in hydrogen atom first jump from third excited state. Third excited state എന്ന് പറഞ്ഞാൽ n-ന്റെ വാല്യൂ 4 ആണ് വരിക. അപ്പോൾ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുന്നത് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n 3 ആണ് വരിക. അപ്പോൾ ഫൈനൽ ഓർബിറ്റ് 3 ആണ്, ഇനീഷ്യൽ ഓർബിറ്റ് 4 ആണ്. ഇതാണ് λ1. രണ്ടാമത്തെ കേസ് തന്നിട്ടുള്ളത് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ni-ന്റെ വാല്യൂ 3 ആണ് വരുന്നത്. അപ്പോൾ 3ന്ന് ജമ്പ് ചെയ്യുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഓർബിറ്റിൻ്റെ വാല്യൂ വരിക 2 ആണ്. അപ്പോൾ ഇതാണ് λ2. ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഏത് വേവ് ലെങ്ത് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതായിരുന്നു? 1/λ = rz² into 1/nf² minus 1/ni². അപ്പോൾ ഇതിൽ r കോൺസ്റ്റന്റ് ആണ്. z ഒരേ ഹൈഡ്രജൻ ആറ്റം തന്നെയാണ് രണ്ട് കേസിലും പറഞ്ഞത്. അപ്പോൾ r-ഉം z-ഉം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1/λ1 പ്രൊപ്പോർഷണൽ ടു 1/nf² ഫസ്റ്റ് കേസ്. അപ്പോൾ 1/9 മൈനസ് 1/16. രണ്ടാമത്തെ കേസ് വരിക 1/λ2 പ്രൊപ്പോർഷണൽ ടു 1/nf² മൈനസ് 1/ni². അപ്പോൾ 1/4 മൈനസ് 1/9. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് വരിക 7/9 into 16. ഇവിടെ പ്രൊപ്പോർഷണൽ ടു വരിക 5/36. 5/36. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് λ1/λ2. λ1/λ2 കിട്ടണമെങ്കിൽ ഇക്വേഷൻ 2/1 എടുക്കാം. ഇക്വേഷൻ 2/1 എടുത്താൽ λ1/λ2 = ഇക്വേഷൻ 2/1 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 5/36 ഡിവൈഡഡ് ബൈ 7/9 into 16. അപ്പോൾ ഈ 9 into 16 മുകളിൽ പോകും. ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 9 ഇവിടെ 4, 16 4 into 5 20. അപ്പോൾ 20/7. അപ്പോൾ 20:7 ആണ് ആൻസർ വരിക. λ1:λ2 = ഏതാ ആൻസർ വരിക? 20:7. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ ഇത് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. ആറാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ദ അയോണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 13.6 eV. ഫോളോയിങ് Bohr തിയറി the energy corresponding to a transition between third and fourth orbit is. അപ്പോൾ അയോണൈസേഷൻ എനർജി തന്നിട്ടുണ്ട്. ബോർ തിയറി ഉപയോഗിക്കാൻ പറഞ്ഞു. the energy corresponding to a transition between third and fourth orbit is. നോക്കുക ആറാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് the ionization energy of hydrogen atom is 13.6 eV. Following Bohr theory, the energy corresponding to a transition between third and fourth orbit. അപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങൾ എനർജി ലെവൽസ് പഠിച്ചു. n = 1 എനർജി വരിക -13.6 eV. n = 2 എനർജി വരിക -3.4. n = 3 എനർജി വരിക -1.51. n = 4 എനർജി വരിക -0.85 eV. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് the energy corresponding to a transition between third and fourth orbit. അപ്പോൾ ഈ രണ്ട് ഓർബിറ്റിൻ്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ നടന്നാൽ എനർജി എത്ര വരും? എനർജി ഡിഫറൻസ് എത്ര വരും? അപ്പോൾ നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. 0.85-ഉം 1.51-ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക 0.66 eV ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടി നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ദ എനർജി കറസ്പോണ്ടിങ് ടു എ ട്രാൻസിഷൻ ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫോർത്ത് ഓർബിറ്റ്.
തേർഡ് ഓർബിറ്റിൻ്റെയും ഫോർത്ത് ഓർബിറ്റിൻ്റെ ഇടയിൽ ഇലക്ട്രോണിന് ഒരു ട്രാൻസിഷൻ വന്നാൽ എനർജി എത്ര വരും? അപ്പോൾ അവിടെ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഈ എനർജി ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എനർജി ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1.51ഉം 0.85ഉം തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 0.66 eV. ഇത് ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. ആ ഡിഫറൻസ് മാത്രം നോക്കുക. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്.